ഇപ്പോൾ ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്യുന്നത് തുടരുകയാണല്ലോ ആലുവ പോലീസ് ക്ലബ്ബിൽ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന്റെയും നാദിർഷയുടെയും മൊഴിയെടുക്കൽ പുരോഗമിക്കുകയാണ്. ആലുവ പോലീസ് ക്ലബ്ബിലാണ് ചോദ്യം ചെയ്യൽ, മൊഴിയെടുക്കൽ തുടരുന്നത്. ടി പി പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, 5-ാം മണിക്കൂറിലേക്ക് കടക്കുകയാണ് മൊഴിയെടുക്കൽ. ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? എന്തായാലും ഇതുവരെ ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നുള്ള വാർത്തകൾ മാത്രമാണ് ലഭിക്കുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നേരത്തെയുള്ള ഒരു കേസിൽ ഇത് സംബന്ധിച്ചുള്ള കാര്യം, കാരണം ഈ കേസിൻ്റെ എല്ലാ തരത്തിലുള്ള ക്ലാരിറ്റി വരുത്തുക എന്നുള്ള ഒരു കാര്യം ഇതിൽ പരിശോധിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും തുടക്കം മുതൽ, കാരണം പൾസർ സുനിയുമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെയുള്ള മറ്റു കാര്യങ്ങൾ എല്ലാം തന്നെ ഇഴകീറി പരിശോധിച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യൽ തന്നെയാണ് തുടരുന്നത്. എന്തായാലും അത് മിക്കവാറും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത എന്നറിയുന്നത്. എന്തായാലും 6:30 കൂടി ഒരുപക്ഷെ അത് അവസാനിക്കുമെന്നും ചില വാർത്തകളുണ്ട്. എന്തായാലും വലിയ ഒരു രീതിയിൽ തന്നെ, കാരണം ഈ കേസിൻ്റെ തുടക്കം മുതലുള്ള അല്ലെങ്കിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും എല്ലാം തന്നെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. പോലീസിനെ സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുത്തണം. ആ കാര്യങ്ങളെല്ലാം തന്നെയാണ് പ്രധാനമായും ചോദ്യം ചെയ്യലിലൂടെ പുറത്തു വരാൻ പോകുന്നത്. ഇത് സംബന്ധിച്ചുള്ള ചോദ്യം ചെയ്യൽ, മൊഴി രേഖപ്പെടുത്തൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. പ്രശാന്ത്, ഈ ചോദ്യം ചെയ്യലിന്റെ ഒരു രീതി എങ്ങനെയാണ്, അതിന്റെ ഒരു ഘടന എങ്ങനെയായിരുന്നു? ഈ 5-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ നാദിർഷയെയും ദിലീപിനെയും വെവ്വേറെ ചോദ്യം ചെയ്യുകയായിരുന്നു? ചോദ്യാവലിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ചോദ്യം ചെയ്തത്? ഏതൊക്കെ കാര്യങ്ങളാണ് അവരോട് ചോദിച്ചത്? ഈ നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു? അങ്ങനെ വിവിധങ്ങളായ തലങ്ങൾ ഇതിനുണ്ട്. ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി അരുൺ, അത്തരം ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് വിശദമായി പറയാനാകില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, 15 ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചോദ്യാവലിയാണ്. മാത്രമല്ല, രണ്ടുപേരെയും വെവ്വേറെയാണ് ചോദ്യം ചെയ്യുന്നത്. അതിനുശേഷം രണ്ടുപേരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വൈരുദ്ധ്യമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി പരിശോധിക്കും. അത്തരത്തിലേക്കായിരിക്കും ഇനി അടുത്ത ഒരു ഘട്ടത്തിൽ കടക്കുക. എന്തായാലും ദിലീപിനെ ചോദ്യം ചെയ്യുന്നത് ഏകദേശം ഒരു അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാദിർഷയും ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷമാണ് ഇരു കൂട്ടരെയും ഒരുമിച്ചിരുത്തിക്കൊണ്ട് ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം പോലീസ് പരിശോധിക്കും. ഒപ്പം ദിലീപിൻ്റെ ഡ്രൈവറെയും അതുപോലെ തന്നെ മാനേജറെ അടക്കമുള്ളവരെയും മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. ആലുവ പോലീസ് ക്ലബ്ബിൽ നിന്ന് ടി പി പ്രശാന്താണ് പുതിയ വിവരങ്ങൾ നൽകുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ദിലീപിനെയും നാദിർഷയെയും ചോദ്യം ചെയ്യുകയാണ്. മൊഴിയെടുക്കൽ തുടരുകയാണ്. 5-ാം മണിക്കൂറിലേക്ക് കടന്നു.